ഒരു കട വിട്ടിട്ട് സ്വന്തം പേരിൽ കട തുടങ്ങുന്നത് കേട്ടിട്ട് ഒരു സ്കൂൾ വിട്ടിട്ടേ സ്വന്തം പേരിൽ സ്കൂൾ തുടങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. റോസ്ലിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു മാഷിന്റെ ഐഡിയ ഒക്കെ സ്വന്തം സ്കൂളിലെ നടക്കുള്ളൂ. എന്നിട്ട് നടന്നല്ലോ. പിന്നല്ലേ ഫെഡറേഷൻ എന്തായാലും ഞെട്ടിട്ടുണ്ട്. ഇനി എന്താ പറയും? ഇത്രയും കാലം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റാത്തതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടൊന്നും ആയില്ല. ഈ നാട്ടിൽ നമ്മൾ പറയുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കണമെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ തന്നെ വരണം. ഓ അതൊക്കെ വരുമോ? നീ മാഷിന്റെ പിള്ളേർ കൊണ്ടുവരൂ. മാഷേ എപ്പോഴാണേലും എന്തുണ്ടെങ്കിലും വിളിക്കണം. ഫൈറ്റ് കാണും. ഫൈറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സ്പോൺസർഷിപ്പ് പരിപാടിയൊക്കെ നോക്കണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി മാഷ്. എവിടെയായിരുന്നു? വീട്ടിൽ പോടാ, ഒന്ന് പോയി 2 അക്ഷരം പഠിക്കും. നടന്നത് തന്നെ. ഏത് നേരം കളി കളി. വർഗീസ് അല്ലേ? അതെ, സാറെ വിളിക്കുന്നു. വാ. കേറ്, പറയാം. എന്താ? സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ഞാനൊന്ന് നോക്കി വെച്ചാലും. എന്നാ മാഷേ പ്രശ്നം? ആ നോക്കട്ടെ. എന്നാണോ കാര്യം? അപ്പോൾ എത്ര ആളായി കോച്ചിങ് തുടങ്ങിയിട്ട്? 14 വർഷമായി. ഏതായിരുന്നു ഇവന്റ്? 400 മീറ്റർ. എന്നിട്ട് കൈക്കൊരു ഇഞ്ചുറി പറ്റി. അതിനുശേഷം പിന്നെ അപ്പോൾ അന്ന് മുതൽ തന്നെ കൊച്ചുങ്ങൾക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങിയല്ലേ? മരുന്നു? ഈ ഉത്തേജക മരുന്നേ? ഉത്തേജക മരുന്ന്? ഞാൻ കാരണം അവർക്ക് മെഡലേ കിട്ടിയിട്ടുള്ളൂ സാർ. എടാ മാഷേ, നീ കൊച്ചുങ്ങൾക്ക് ഉത്തേജക മരുന്ന് കൊടുത്തില്ലേ? പിന്നെ അല്ലാതെ ആദ്യത്തെ വർഷം തന്നെ നിന്റെ കൊച്ചുങ്ങൾ എത്ര മെഡൽ എവിടുന്ന ഉണ്ടാക്കിയത്? അപ്പൊ ഉത്തേജക മരുന്ന് അറിയത്തില്ല. അറിയിച്ചേ. സ്വന്തം സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി കുട്ടികളെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ഈ കായിക അധ്യാപകനോട് കേരളത്തിന് ചോദിക്കാനുള്ളത്, ഫെഡറേഷനെ തോൽപ്പിക്കാനോ ഈ ക്രൂരത? കുട്ടികളുടെ ആരോഗ്യം വെച്ച് പന്താടി ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെഡറേഷൻ സെക്രട്ടറി രാമശേഷൻ, പ്രമുഖ കായിക നിരീക്ഷകൻ എം സുധാകരൻ എന്നിവരോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളും പങ്കെടുക്കുന്നു. ഫെഡറേഷന് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സർക്കാർ അടച്ചുപോകും. ഇവിടുത്തെ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഫെഡറേഷൻ നന്നായി നോക്കുന്നുണ്ട്. വേറൊരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല അല്ലേ പ്രസിഡന്റ്? അവിടെ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്താരും വിഷമിക്കേണ്ട. ഫെഡറേഷൻ അവരെ ഏറ്റെടുക്കും. മോളെ റോഷന്റെ അനിയൻ വിളിച്ചായിരുന്നു കേട്ടോ. കേസ് തള്ളി. ലാബ് റിപ്പോർട്ട് വെക്കാൻ വേണ്ടി കോടതി പറഞ്ഞായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോ ബ്ലഡ് സാമ്പിൾ എല്ലാം നോർമലാണ്. കണ്ടോ? അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞ് തടിയൂരി. എന്തായാലും സംഭവം ഓക്കെ. വലിയ കാര്യമായിപ്പോയി. അപ്പൊ മനുഷ്യ അനുഭവിച്ചൊക്കെ നഷ്ടപരിഹാരം തരണം എല്ലാരും കൂടെ. വാട മക്കളെ വാ. ഓരോരുത്തന്മാരുടെ ഓരോ പരിപാടികൾ. അപ്പനെ കാണാൻ പറ്റുമോ? അതിനെ നമുക്ക് ഇപ്പൊ തന്നെ നീ അമ്മയുടെ കൂടെ നിൽക്ക്. അവര് പോയിച്ചു വരട്ടെ. നീ ഇവിടെ നിന്നാ മതി. ഓടാ നിക്കുന്നവൻ. സാറാവത്തുണ്ടോ? ആ സാറാവത്തുണ്ട്. ചെല്ലേ കോട്ടെ സാർ. ചെന്നുമോളെ. അപ്പാ, നീ എന്തിനാ വന്നേ? ഞാൻ പേടിച്ചു പോയി. എന്തിന്?
എന്താ മാഷെ? എൻ്റെ ഈ സ്കൂളും പൂട്ടി പിള്ളേരെല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ ഈ കേസില്ലാതായതും എല്ലാവരും ഒന്ന് അറിയണം. വേണം, എന്തായാലും അറിയണം. ആ ന്യൂസ് ഒന്ന് കൊടുക്കുകയല്ലേ നമ്മുടെ ടി വിയിൽ? അല്ല, അതിപ്പം ഇലക്ഷനൊക്കെ അല്ലേ മാഷെ? അതുകൊണ്ട് അതൊന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു തിരക്കല്ലേ, നമുക്ക് കാണാം, ഇവിടെ കൊടുക്കാം കേട്ടോ. See, it's a nasty fight against the system. So collateral damage ഉണ്ടാകും, മനസ്സിലായില്ലേ? സർ, ഞാൻ ഈ സ്കൂൾ തുടങ്ങിയതും ജീവിക്കുന്നതും ഒക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി എന്നെ വെറുതെ വിട്ട ന്യൂസ് നന്നായിട്ടൊന്ന് കൊടുക്കണം സാർ. We gave the news, കണ്ടില്ലേ? സാർ, അത് 8ാം പേജിൽ ചെറിയൊരു കോളത്തിലല്ലേ, ആര് കാണാനാ? പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റുമോ? ഫ്രണ്ട് പേജിൽ കൊടുത്തല്ലോ, പൂട്ടിച്ചത്. മീറ്റിംഗ് കൊണ്ട് കാണാം. എന്തുവായി? എല്ലാരും പോയി കണ്ടോ? ബാത്റൂം ഫെഡറേഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങിയത് തന്നെ മെച്ചം. അറിയുള്ളൂ. ഒരുത്തൻ്റെ സ്കൂളങ്ങ് പൂട്ടിച്ചപ്പോൾ സമാധാനായി. എവരൊന്നും ഗതി പിടിക്കത്തില്ലെന്ന്. ഞാനൊക്കെ ഇനി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന്. അതെന്നാ വർത്താനം ഈ പറയുന്നേ? അപ്പോൾ ആലീസോ? ഈ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചോ മതിയെന്നേ. യവന്മാർക്ക് മെഡലുണ്ടാക്കാൻ പോയിട്ട് എന്നായി? റോസ്ലി മരിച്ചപ്പോൾ ഒരു വർത്താനം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ജീവിക്കാനുള്ള ഉത്തരം കിട്ടുമെന്ന്. അതുപോലെ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ആലീസിൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്തിനാ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഒളിപ്പിച്ചു വെച്ചോ, ഒളിപ്പിച്ച്. അപ്പനെ നമുക്ക് ഞെട്ടിക്കാം. എവിടെയായിരുന്നു? കാണിച്ചു കൊടുക്കടി. ഇതെവിടുന്നാ? നമ്മുടെ ജോസഫ് സാറില്ലേ, എന്നെ ഒരു സൈക്കിൾ റേസിന് കൊണ്ടുപോയി ചേർത്തു. എനിക്കാ ഫസ്റ്റ് അടിച്ചത്. നീ സൈക്ലിങ്ങിന് ചേർന്നല്ലേ ഉള്ളൂ. ജോസഫ് സാർ ആള് കൊള്ളാലോ. സൈക്ലിംഗ് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു സാറ്. ഇവളുടെ കഴിവ് സൈക്ലിങ്ങിലായിരിക്കും. പറയാൻ പറ്റിയല്ല. മാഷ് പറയാറുള്ള ഒളിമ്പിക് മെഡലേ കട്ടപ്പനയിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇവളായിരിക്കും. അപ്പന്റെ കണ്ണ് അറിഞ്ഞല്ലോ അപ്പ, അതെന്താ? അപ്പം കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം. എന്തും ചെയ്യും. എങ്കിൽ പ്രോമിസ് ചെയ്യും. അപ്പനൊരാഗ്രഹമുണ്ട്, മോള് കൂടെ നിൽക്കുമെന്ന്. പ്രോമിസ്.